മുഖ്യമന്ത്രിയോട് പോലും യുദ്ധം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനെന്ന് അല്ലെങ്കിൽ അടുത്തയാളെന്ന് അറിയപ്പെട്ടിരുന്ന പി വി അൻവർ എംഎൽഎക്ക് പിന്നിലുള്ളത് ആര് എന്ന് CPM അന്വേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് തന്നെ നമ്മൾ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്ത് കണ്ടിട്ടാണ്, ആരെ കണ്ടിട്ടാണ് അൻവർ ഇങ്ങനെ പറയുന്നത്? മുഖ്യമന്ത്രിയോട് എതിർപ്പില്ല, മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കും, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത വാചകം മുതൽ പി വി അൻവർ ലക്ഷ്യം വെച്ചത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. മുഖ്യമന്ത്രി ദുർബലനെന്നും അശക്തനെന്നും ഇരുവശത്തും ഇരുത്തിയിരിക്കുന്നവർ അഴിമതിക്കാരെന്നും വരെ അൻവർ പറഞ്ഞു വെച്ചപ്പോൾ മുതൽ നമ്മുടെ ലേഖകരോട് തന്നെ ചോദിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. മെല്ലെ വിളിച്ചെത്ത് വരിക. അൻവറിന് പിന്നിൽ വൻ മാഫിയകൾ എന്നാണ് വിവരം. അൻവറിന് രക്ഷാ കവചം ഒരുക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളും മതമൗലികവാദികളും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും പി വി അൻവറിന് ആഫ്രിക്കയിലെ സിയറ ലിയോണിൽ വൻ സ്വർണ്ണ ഖനന കമ്പനി എന്നുകൂടി വിവരം ലഭിക്കുന്നു എന്നതാണ്. ഇതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായ വിവാദമായതാണ്. എവിടെ അൻവർ, എവിടെ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം പ്രചാരണം ആയുധം വരെ ആക്കിയിരുന്നു എതിർപക്ഷം. എന്തായാലും പോലീസിനെതിരെ പോരാടുന്നത് സ്വർണ്ണക്കടത്ത് തടയാൻ ശ്രമിക്കുന്നത് കൊണ്ടെന്നും ഉള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ജനം ബ്രേക്കിംഗ്. എതിരാളികൾ പോലും ഭയക്കുന്ന പിണറായി വിജയനെ പോലും കൂസാതെ യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവറിന് പിന്നിൽ വൻ സംഘങ്ങൾ. മതഭീകരവാദികളോടൊപ്പം സ്വർണ്ണക്കടത്ത് സംഘങ്ങളും അൻവറിന് കൂട്ടായുണ്ട്. പി വി അൻവറിന്റെ ലക്ഷ്യം മതമൗലികവാദത്തിന് അടിത്തറയിടുക എന്നതാണ്. മതേതരത്വത്തിന്റെ മേലങ്കി അണിഞ്ഞ് ഇടത് സ്വതന്ത്രനായി മത്സരിച്ചതിന് പിന്നിലെ ലക്ഷ്യവും മറ്റൊന്നല്ല. ഇതിനായി വൻതോതിൽ ഫണ്ട് കേരളത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. സ്വർണ്ണക്കടത്തുകാരുടെ ഹബ്ബാണ് കേരളത്തിലെ കരിപ്പൂർ വിമാനത്താവളം. ആഫ്രിക്കയിലെ സിയറ ലിയോണിൽ പി വി അൻവറിനെ സ്വർണ്ണഖനനം നടത്തുന്നതിന്റെ കമ്പനി തന്നെയുണ്ട്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ പോലും ആഫ്രിക്കയിലെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. കരിപ്പൂർ വിമാനത്താവളം വഴി വ്യാപകമായി സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുമ്പോൾ ഒരു പരിധിവരെ തടയിടാൻ പോലീസിന്റെ സ്വർണ്ണവേട്ടയ്ക്ക് കഴിഞ്ഞിരുന്നു. 3 വർഷത്തിനിടെ 100 കിലോയോളം സ്വർണമാണ് പോലീസ് ഇവിടെ നിന്നും പിടികൂടിയത്. ഇത് വിദേശത്ത് സ്വർണ്ണ കച്ചവടക്കാരനായ അൻവറിന് ചെറുതല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇതോടെ പോലീസിനെതിരെ രംഗത്ത് വന്നു. രാഷ്ട്രീയ പിന്തുണ ലഭിക്കാൻ തന്ത്രപരമായി പോലീസുകാർക്ക് RSS ബന്ധവും ചാർത്തി. എന്നാൽ അൻവറിന്റെ വാദങ്ങൾ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞു. സ്വർണ്ണക്കടത്ത് പിടികൂടാൻ കരിപ്പൂരിൽ കർശന നടപടികൾ തുടരുമെന്നും പിണറായി വ്യക്തമാക്കിയത് അൻവറിന് വലിയ തിരിച്ചടിയായി. മതമൗലികവാദത്തോട് അടുപ്പമുള്ള അൻവറിനെ ചേർത്തുപിടിക്കാൻ സമസ്തയടക്കം രംഗത്ത് വന്നു. മുഖപത്രത്തിൽ അൻവറിനായി അനുകൂല എഡിറ്റോറിയൽ പോലും പ്രസിദ്ധീകരിച്ചത് അൻവറിന്റെ ഇത്തരം താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞാണ്. അൻവറിന്റെ ഓരോ നീക്കങ്ങളിലും ഇടപെടലുകളിലും കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. ശിവദാസ് കന്മനം തന്നെ ചേരുകയാണല്ലേ മലപ്പുറത്ത് നിന്ന്. ശിവദാസ്, ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ ശിവദാസ്. മലപ്പുറത്തെത്തി എത്ര നാളായി? ഒരാഴ്ചയായോ? ഒരാഴ്ചയിൽ കൂടുതലായി. പോയപ്പോൾ മുതൽ ശിവദാസിന്റെ തിരക്കാണ്. പക്ഷേ ഈ വാർത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്തായാലും ശിവദാസ് ഇപ്പോൾ നമ്മളുടെ മുന്നിലേക്ക്, പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ച ഈ വാർത്ത, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആദ്യം അറിയാം അല്ലേ? നമസ്തേ, സ്വാഗതം പുത്തമ്പലരിയിലേക്ക്. പുത്തമ്പലരി ഇന്ന് തുടങ്ങുന്നത് ഒരു പൊട്ടിത്തെറിയോട് കൂടിയാണ് അല്ലേ? ശിവദാസ് പറയൂ. പ്രദീപുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്ത് വിടുന്നത്. പി വി അൻവറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഇത്. കാരണം പി വി അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെയും അതോടൊപ്പം തന്നെ സ്വർണ്ണ കച്ചവടക്കാരെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. പി വി അൻവറിന് പിന്നിൽ വലിയ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം നേരത്തെ തന്നെ ഒരു കച്ചവടക്കാരനായിരുന്നു. MLA ആകുന്നതിന് മുൻപ് തന്നെ ഒരു കച്ചവടക്കാരനായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. കക്കാടംപൊയിൽ പാർക്ക് പിന്നീട് ജില്ലാ ഭരണകൂടം തന്നെ ഇടപെട്ട് അത് പൊളിക്കാനുള്ള നിർദ്ദേശമെല്ലാം തന്നെ നൽകിയത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. തടയണ കെട്ടി, കക്കാടംപൊയിലിൽ തടയണ കെട്ടി നിരവധി പേരുടെ സമീപത്തുള്ള നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന കാര്യമെല്ലാം തന്നെ നമുക്കറിയാം. അത്തരത്തിൽ നേരത്തെ തന്നെ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ
മായ ഈ ഒരു ഇടപെടൽ ഒരു MLA കൂടി ആയതോടെ അദ്ദേഹം അതിനു വേണ്ടി അധികാര ദുർവിനിയോഗം നടത്തുന്ന ഒരു കാര്യമെല്ലാം തന്നെ നമ്മൾ പിന്നീട് കണ്ടതാണ്. അത്തരത്തിൽ നേരത്തെ തന്നെ ഒരു കച്ചവടക്കാരനായിരുന്നു. നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് പോലും അദ്ദേഹം യുദ്ധം പ്രഖ്യാപനം നടത്തിയതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ട്. കൃത്യമായ ഒരു വൻ ലോബി തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഒരു മത ന്യൂനപക്ഷ സംഘടനകളുടെ പിന്തുണയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. മത ഭീകരവാദ സംഘടനകളുടെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അദ്ദേഹത്തിന് ആഫ്രിക്കയിൽ ഒരു കച്ചവടം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ സ്വർണ്ണ ഖനനം അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത് എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്വർണ്ണ കച്ചവടത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്ത് മാഫിയകളെ സഹായിക്കുന്ന തരത്തിലുള്ള ഇടപെടലും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ അദ്ദേഹം നടത്തുന്നത്. പക്ഷേ ഇതിനെതിരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണ കച്ചവടം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിനെ ഒരു തരത്തിലും അനുവദിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. കാരണം മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ പ്രകാരമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കൃത്യമായ കണക്കുകൾ, പ്രത്യേകിച്ച് കരിപ്പൂരിൽ രാജ്യത്ത് തന്നെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ഒരു പ്രധാന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കരിപ്പൂർ വിമാനത്താവളം. ഏകദേശം 3 വർഷത്തിനിടെ പോലീസ് മാത്രം ഇവിടെ നിന്നും 100 കിലോയോളം സ്വർണ്ണമാണ് പിടികൂടിയത്. പോലീസിന്റെ പ്രത്യേക ടീം ഇവിടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സുജിത് ദാസ് IPS ഇവിടെ പോലീസ് മേധാവി ആയിരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു ഡാൻസ് ഓഫ് ടീമിനെ ഇതിനുവേണ്ടി നിയോഗിക്കുകയായിരുന്നു. തുടർച്ചയായി കസ്റ്റംസിന്റെ പരിശോധന കഴിഞ്ഞ് പിന്നീട് അതിനുശേഷം ഇതും വെട്ടിച്ച് പുറത്തേക്ക് കടക്കുന്ന ആളുകളെ പിന്നീട് പോലീസിന്റെ കയ്യിലേക്ക് എത്തിപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ പോലീസ് ഇവരെ പിടികൂടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വേണം സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പുറത്തെത്താൻ. ഇത്തരത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങൾക്ക് വലിയ ഒരു തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ കൂടിയായ PV അൻവറിനെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന് ആഫ്രിക്കയിൽ ഒരു സ്വർണ്ണ ഖനനം നടത്തുന്ന ഒരു കമ്പനി തന്നെയുണ്ട്. സിയറ ലിയോണ എന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള കുറെ കച്ചവടമെല്ലാം തന്നെ ഇത്തരത്തിൽ കേസിൽപ്പെട്ടപ്പോൾ പിന്നീട് ആഫ്രിക്കയിൽ വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം നാമനിർദ്ദേശ പട്ടികയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളിൽ നൽകിയിരുന്നില്ല. നിക്ഷേപം ഉണ്ട് എന്നത് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമർപ്പിക്കുന്ന നാമനിർദ്ദേശ പത്രികയോടൊപ്പം തന്നെയുള്ള രേഖകളിലൊന്നും സമർപ്പിക്കാത്തത് പിന്നീട് വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് പിന്നിൽ വലിയ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ അജണ്ടയും വ്യക്തമാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ കൃത്യമായി പോലീസിനെ ലാക്കാക്കിക്കൊണ്ട് അദ്ദേഹം ഈ രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നതും പരാതികൾ നൽകുന്നതും എന്തിനു വേണ്ടിയാണ് എന്ന് ഇപ്പോഴും അദ്ദേഹം നിരവധി പരാമർശങ്ങളും അല്ലെങ്കിൽ പരാതികളും നൽകുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു തെളിവുകൾ ഇല്ലാത്ത ഒരു പരാതികളാണ് അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതിന്റെ പല പരാതികളിലും അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ തുടർ നടപടികൾക്ക് ശേഷം ആയിരിക്കും പിന്നീടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുക. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് കൃത്യമായ തെളിവുകളൊന്നും തന്നെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. PV അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു മതഭീകരവാദ സംഘടനകളുടെ എല്ലാം തന്നെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കാരണം മലപ്പുറത്ത് അത്തരത്തിൽ നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ PV അൻവറിന് പിന്തുണ നൽകുന്നുണ്ട്. ഒരു ഭരണപക്ഷ MLA ആണ്. പക്ഷേ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ PV അൻവറിന് പിന്തുണ നൽകുന്നുണ്ട്. സമസ്ത അടക്കം അവരുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ PV അൻവറിനെ അനുകൂലിച്ച് നിലപാടുകൾ എടുത്തു. ഇത്തരത്തിൽ മത ന്യൂനപക്ഷ സംഘടനകൾ അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നു. അതിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ്. KT ജലീൽ PV അൻവറിന്റെ ഓരോ നിലപാടുകളോടും പിന്തുണ അറിയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. നമുക്കറിയാം KT ജലീലിന്റെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. ഒരു സിമി പ്രവർത്തകനായിരുന്നു മുൻപ്. പിന്നീട് സിമിയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമുള്ള വ്യക്തി കൂടിയാണ് KT ജലീൽ. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മതമൗലികവാദ സംഘടനകളുടെ കൂട്ടായ്മയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സംഘടനകളുടെ പിടിയിലാണ് PV അൻവറും ഉള്ളത്. ആ സംഘടനകൾക്ക് വേണ്ടിയാണ് PV അൻവർ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്വർണ്ണ കച്ചവടക്കാരുടെ സംഘടനകളുമായി അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന തെളിവുകളും സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം വിദേശത്ത് സ്വർണ്ണ കച്ചവടം നടത്തുന്നു. സ്വാഭാവികമായും ഒരു മലയാളിയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള കണക്ഷൻ, കച്ചവടക്കാരുമായുള്ള ഒരു കണക്ഷൻ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാകും. ആ കച്ചവടത്തെ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കരിപ്പൂർ വിമാനത്താവളം വഴി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പോലീസിനെതിരെ അദ്ദേഹം തിരിയുകയായിരുന്നു. പ്രത്യേകിച്ച് സുജിത് ദാസ് ഇവിടെ SP ആയിരിക്കുന്ന സമയത്ത് 2020
2020 ശേഷമുള്ള കാലത്താണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക ഡാൻസ് ഓഫ് ടീമിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രത്യേകമായി നിയോഗിച്ചത്. അതിനുശേഷം വലിയ രീതിയിലുള്ള സ്വർണ്ണവേട്ട ഇവിടെ നിന്നും നടക്കുകയുണ്ടായി. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സ്വർണ്ണവേട്ട ഇവിടെ നടക്കുകയുണ്ടായി. കസ്റ്റംസ് ആദ്യം സ്വർണ്ണവേട്ട നടത്തുന്നു. പക്ഷേ കസ്റ്റംസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് എത്തുന്ന ആളുകൾ പിന്നീട് പോലീസിന്റെ വലയിൽ അകപ്പെടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സ്വർണ്ണവേട്ട ഒരു 3 വർഷത്തിനിടെ മാത്രം 100 കിലോയോളം സ്വർണം എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള അത്തരത്തിൽ നിർബാധമായി സ്വർണ്ണവേട്ട നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കരിപ്പൂർ വിമാനത്താവളം. ഇത്തരത്തിലുള്ള ലോബികളാണ് PV അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിയോട് പോലും അദ്ദേഹം യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ലോബികളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നതും വ്യക്തമാണ്. എന്തായാലും വലിയ ലോബികളും അതോടൊപ്പം തന്നെ മതമൗലികവാദ സംഘടനകളുടെ ഒരു പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ADGPക്കെതിരായ PV അൻവറിന്റെ ആരോപണങ്ങളിൽ DGPയുടെ റിപ്പോർട്ട് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അൻവറിന്റെ തുടർ നീക്കങ്ങളെ കുറിച്ച് ഒരുപക്ഷെ പാർട്ടിയും വലിയ ആശങ്കയിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ മറ്റൊരു അന്വേഷണമാണെങ്കിൽ ഇന്റലിജൻസ് ലെവലിൽ ആരാണ് അൻവറിന് പിന്നിൽ എന്നുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഇന്റലിജൻസ് ലെവലിലും നടക്കുന്നുണ്ട്. ഇതേപ്പറ്റിയൊക്കെ എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ എന്നറിയണം. ശിവദാസ്, നിലവിൽ ഗവർണർ അടക്കം PV അൻവറിനെതിരെ പരാതികൾ നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിലെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അൻവറിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും PV അൻവറിന്റെ ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളിലും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ഇങ്ങനെ PV അൻവറിന്റെ ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്ന അന്വേഷണ ഏജൻസികൾ തന്നെയുണ്ട്. ആ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ലഭിച്ചാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരുപക്ഷെ പാർട്ടി പോലും കൈയൊഴിഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. PV അൻവറിന്റെ പല നിലപാടുകളോടും പാർട്ടിക്കും വിയോജിപ്പുണ്ട്. കാരണം സാധാരണ CPM-നെ സംബന്ധിച്ച് അവരുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ആണ് ആദ്യം അഭിപ്രായം പറയുക. ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിയെ ആദ്യം ബോധിപ്പിക്കും, പിന്നീടാണ് മറ്റ് പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് കടക്കുക. പക്ഷേ ഒരു ഇടത് സ്വതന്ത്ര MLA എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന PV അൻവർ അത്തരത്തിലുള്ള ചട്ടങ്ങളെല്ലാം തന്നെ ലംഘിച്ചത് പാർട്ടിക്കും വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്, പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടുകളായിരുന്നു PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് പാർട്ടിയിലുള്ള ഒരു വിഭാഗത്തിന് വലിയ രീതിയിൽ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കടുത്ത ഭിന്നത പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരിട്ട് തന്നെ പത്രക്കുറിപ്പ് ഇറക്കിയത്. PV അൻവറിന്റെ ഇത്തരം നിലപാടുകളോട് യോജിക്കുന്നില്ല, ഇനിയും പരസ്യമായ പ്രതികരണം ഉണ്ടായാൽ നടപടി ഉണ്ടാകും, ഇനി അത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ താൽക്കാലികമായി PV അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതായത് അദ്ദേഹം പാർട്ടിക്കും അതീതനാണ് താൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ ശക്തമായ ഒരു ലോബി തന്നെ ഉണ്ട് എന്നത് വ്യക്തമാണ്. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന ഒരു വലിയ ലോബി തന്നെ ഉണ്ട് എന്നത് വ്യക്തമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം നൽകിയ പരാതികളിൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് പരാതി നൽകിയത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം. മറ്റൊരു ചോദ്യം അനു ഇവിടെ നിന്ന് ഉന്നയിച്ചിരുന്നു. ശിവദാസിന് കേൾക്കാമോ? ശിവദാസ് ചോദിക്കുകയായിരുന്നു, സാധാരണക്കാരുടെ ഒരു സംശയമാണ്. കാരണം മുഖ്യമന്ത്രി കൈയൊഴിയുന്ന ഒരു സാഹചര്യമുണ്ട്, പാർട്ടിയും ഏറെക്കുറെ അൻവറിനോട് ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ ഈ തുടർ നീക്കങ്ങളിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അൻവറിന് പ്രതികൂലമാവുകയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാനുള്ള സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു വാർത്തയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ അൻവറിനോട് അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയും തീരുമാനമെടുക്കാം, അത് പറഞ്ഞും പാർട്ടിയെ ഭീഷണിപ്പെടുത്തിയേക്കാം എന്നൊക്കെ. തീർച്ചയായും അത്തരം സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അൻവറിന്റെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു പരിപാടിക്ക് നമ്മൾ പോയിരുന്നു, ഒരു പൊതു പരിപാടിക്ക് പോയിരുന്നു. ആ പരിപാടിയിൽ അൻവർ വനംവകുപ്പിനെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചു. അതായത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു നിയന്ത്രണം ഉണ്ട്, മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ട്. എന്നിട്ട് പോലും നിലവിൽ ഒരു ഇടതുപക്ഷ MLA കൂടിയായ അദ്ദേഹം ഒരു പൊതു പരിപാടിയിൽ വനംവകുപ്പിനെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുക തന്നെ ചെയ്തിരുന്നു. ഇത് വലിയ ചർച്ചകളും പിന്നീടുണ്ടാക്കി. ഇതിനെതിരെ ഘടകകക്ഷികൾ പോലും
പോലും രംഗത്ത് വന്നു. ആ പൊതുപരിപാടിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് താൻ ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പറയുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ താൻ ഉണ്ടാകുമോ എന്നത് ഉറപ്പില്ല. അതുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പൊതുവേദികൾ ലഭിക്കുമ്പോൾ ആ പൊതുവേദികളിൽ താൻ പറയുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ വരും നാളുകളിലുള്ള ചില ഇടപെടലുകൾ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി വിടാനുള്ള ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉള്ള അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ അൻവറിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഒരു പരസ്യ പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു കടുത്ത നടപടിയും ഉണ്ടാകും എന്നത് വളരെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അൻവർ കരുതലോടെ തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ UDF-ന്റെ മറ്റ് ഘടക കക്ഷികളെല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. അൻവർ ഇപ്പോൾ UDF-ന്റെ നിലപാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഘട്ട പോരാട്ടം ഒരുപക്ഷെ UDF-നോടൊപ്പം വേണം എന്ന തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ മുസ്ലിം ലീഗിന്റെ നിലമ്പൂരിലെ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി അടക്കം അത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഇടത് മുന്നണിയിൽ നിന്ന് മാറാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെയാണ് ഇപ്പോൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ഫോട്ടോ വരെ അദ്ദേഹം മാറ്റിയിരുന്നു. പിന്നീട് ഒരു സാധാരണ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫോട്ടോ മാത്രമാണ് അദ്ദേഹം പിന്നീട് ഫേസ്ബുക്കിന്റെ കവർ ഫോട്ടോ ആക്കിയിരുന്നത്. അതായത് കാലങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയോടൊപ്പമുള്ള കവർ ഫോട്ടോ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അടക്കം ഉണ്ടായിരുന്നത്. അതടക്കം മാറ്റി. അപ്പോൾ അത്തരത്തിൽ അൻവറിന്റെ നിലപാടുകൾ ഇനിയുള്ള വരും ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും വരും ദിവസങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. അതുതന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും. ശരി, തീർച്ചയായും. എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ ഇല്ലയോ എന്നതൊക്കെ കൂടെയാണ് ഈ ഒരു കാര്യത്തെ തുടർന്ന് ചോദ്യമായി ഉയരുന്നതും. എന്തായാലും നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. രാഷ്ട്രീയമാണ്, കേരളമാണ്. അൻവർ ഉദ്ദേശിക്കുന്ന പോലെ CPM-നെ പിണറായി പേടിപ്പിച്ച് രാജിവെക്കേണ്ടി വരുമോ അതോ മറ്റേതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി ഒഴിയേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് അൻവറിനെതിരായുള്ള കേസുകളും പരിഗണിക്കണമല്ലോ അല്ലേ?